ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെതാ നമ്മുടെ ശ്രീകാന്ത് സച്ചിയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ സച്ചി പറഞ്ഞു, ശ്രീ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. രേവതി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നോട് മറച്ചു വെക്കുക ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അവളെയും കൂട്ടിയിട്ട് എങ്ങും വരാൻ ഒരു താല്പര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന സമയത്താണെങ്കിലോ ശ്രീകാന്ത് സച്ചിയോട് പറഞ്ഞു, സച്ചി, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല രേവതി ചേച്ചി. ചേച്ചി നിന്നോട് എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാ നിൽക്കുന്നത്. നീ അവനെയൊക്കെ തല്ലിയിട്ട് ജയിലിൽ പോകണ്ടെന്ന് വിചാരിച്ച് നിന്റെ നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള കാര്യം കൂടെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു. പിന്നീട് സച്ചിക്ക് താൻ ചെയ്ത് കൂട്ടിയ തെറ്റുകളൊക്കെ മനസ്സിലായി. ആ വീട്ടില് ചന്ദ്രമതി അമ്മയുടെ അടുത്ത് നിന്നും കൊടിയ പീഡനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു. അപ്പം നീ നൽകുന്ന സപ്പോർട്ടും നീ നൽകുന്ന പരിഗണനയും മാത്രമായിരിക്കും രേവതിക്ക് ആ വീട്ടിൽ നിൽക്കാനായിട്ടുള്ള ഏക ഒരു ആശ്രയം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞതും സച്ചിയാണെങ്കിലോ, ഓ ആയിക്കോട്ടെ, ഞാൻ എന്തായാലും അവളെയും കൂട്ടിയിട്ട് നിന്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരാമെന്നുള്ളൊരു വാക്ക് കൊടുക്കുകയാണ്. സന്തോഷം കൊണ്ട് ശ്രീകാന്ത് ആണെങ്കിൽ സച്ചിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നീട് നമ്മുടെ സച്ചി നേരെ വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയത്താണെങ്കിലോ രേവതി തൻ്റെ തുണിയൊക്കെ ഇങ്ങനെ മടക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം സച്ചി ചോദിച്ചു, അല്ല, നിന്നെ ശ്രീകാന്ത് വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു, എന്താ കാര്യമെന്ന് ചോദിച്ചു. അതെ, നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു. എവിടെ വരുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? രേവതി, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ ഒന്ന് ശ്രദ്ധിക്കെന്ന് പറയുമ്പോഴത്തേക്കിനും, അതെ, ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ, നിങ്ങൾക്ക് കണ്ണ് കാണാൻ മേലേന്ന് ചോദിക്കുകയാണ്. ഓ, അത് വലിയൊരു ജോലി. അങ്ങനെ സച്ചി കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അതെ, ശ്രീകാന്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കൂടെ അവൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലണമെന്ന്. അല്ല, അവൻ വിളിച്ചു പറഞ്ഞത് ഫാമിലി ആയിട്ട് ചെല്ലാനാണല്ലോ, അതും ഹസ്ബൻഡും വൈഫും കൂടെ. നമ്മളതിന് എപ്പോഴാണ് ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിട്ട് ജീവിച്ചത്? നമ്മൾ എപ്പോഴെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏത് സമയവും വഴക്കിടാൻ വേണ്ടി മാത്രമല്ലേ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ സംസാരിച്ചു. സച്ചിയാണെങ്കിലോ, എന്നതേ, ഞാനൊരു കാര്യം പറയുന്നു. ദേ, ഭർത്താവ് പറയുക, ഇനി മര്യാദക്ക് പോയിട്ട് റെഡിയായി വരണം. ഭർത്താവ് പറഞ്ഞാൽ നീ കേൾക്കില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും രേവതിക്ക് ചെറിയൊരു നാണമൊക്കെ വന്നു കേട്ടോ. അവളാണെങ്കിൽ ചുമ്മാ ഒന്ന് ബലം പിടിച്ചു നോക്കിയതാണ്. അപ്പോൾ സച്ചിയാണെങ്കിലോ, എന്തായാലും ആയിക്കോട്ടെ, നിനക്ക് ഭയങ്കര ഡിമാൻഡാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് രേവതി, രണ്ട് സാരിയുണ്ട്, ഇതിലേത് സാരിയാണ് ഞാൻ ഉടുക്കേണ്ടത്? ആഹാ എടി ഭയങ്കരി, നീ അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് നാടകം കളിച്ചതാണല്ലേ എന്ന് ചോദിക്കുമ്പം, അല്ല, സത്യമായിട്ടും നിങ്ങൾ പറയ്, നിങ്ങൾക്ക് ഇതിൽ ഏത് സാരി ഇഷ്ടമെന്ന് ചോദിച്ചു. ദേ, ഈ പിങ്ക് കളർ സാരി, അത് നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞ് സച്ചി ആ സാരി എടുത്ത് നമ്മുടെ രേവതിക്ക് കയ്യിൽ കൊടുത്തു. അങ്ങനെ അവൾ ആ സാരിയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയമാണെങ്കിലോ ശ്രീകാന്തിന്റെ റെസ്റ്റോറൻറ്റ് കാണിച്ചു. അപ്പൊ നമ്മുടെ ശ്രുതിയും കൂടെ ശ്രീകാന്തിന്റെ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പം അവരാണെങ്കിലോ അവിടെ മുഴുവനും ഒന്നങ്ങ് നല്ല രീതിയിലൊന്ന് നോക്കിയിട്ടോ. അപ്പം ശരിക്ക് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശ്രുതി പറഞ്ഞു, ദേ, നല്ല ഒന്നാം തരം റെസ്റ്റോറൻ്റ് ആണല്ലോ, എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം ശ്രുതിയും കൂടെ അവിടെയുള്ളൊരു ടേബിളിൽ നമ്മുടെ ശ്രീകാന്ത് പിടിച്ചിരുത്തി. അങ്ങനെ ഇവരിയ്ക്കുമ്പോൾ ആ ഒരു സമയത്താണ് സച്ചിയും രേവതിയും കൂടെ റെസ്റ്റോറൻറ്റിൽ എത്തുന്നത്. അതിൻ്റെ പടിവാതിക്ക വന്നു കഴിയുമ്പം നമ്മുടെ രേവതി പറഞ്ഞു, അതെ, ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഞാൻ ഇതിനു മുന്നേ വന്നിട്ടില്ല, ഇവിടെയൊക്കെ നിന്നിട്ട് എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു, ഞാനും ഇതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാരെ ഇത്തരത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇറക്കി വിട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ഞാനും ഇതിനകത്തൊന്നും കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നേരെ നമ്മുടെ ശ്രീകാന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ടേബിളിൻ്റെ പറ്റയിലെത്തി. അവിടെ എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് കൂട്ടരും തമ്മിൽ കണ്ടപ്പം, അയ്യോ, നിങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ സുധി ഇങ്ങനെ സംസാരിച്ചു. അപ്പം ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ ആണെന്ന്, അതുകൊണ്ട് തന്നെ സച്ചിയുണ്ട്, രേവതി ചേച്ചിയുണ്ട്, ഇപ്പം നിങ്ങളും ഉണ്ട്, ഇനി നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു എൻജോയ്മെൻ്റ് ആണ് തുടങ്ങേണ്ടതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ ഒരു സൂപ്പ് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയും ഒക്കെ എടുത്ത് അത് കുടിക്കാൻ തുടങ്ങുമ്പം രേവതി ആണെങ്കിലോ, അയ്യോ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ജലദോഷവും പനിയും ഒക്കെ വരുന്ന സമയത്താണ് ഇതുപോലെയൊക്കെ സൂപ്പ് കുടിക്കുന്നത്. ഇങ്ങനെ സൂപ്പ് കുടിച്ചാൽ ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ മാറും. എൻ്റെ അച്ഛൻ ഇതൊക്കെ വാങ്ങുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് ഇവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിക്കും ഒക്കെ ചിരി വന്നു കേട്ടോ. ഇവരാണെങ്കിൽ രേവതിക്ക് ഇതൊന്നും അറിയത്തില്ല, രേവതി ഒരു പട്ടിക്കാട്ടുകാരിയാണ് എന്നുള്ള രീതിയിലൊക്കെ അവളെ കൊച്ചാക്കി സംസാരിച്ചു. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, ഇപ്പം സൂപ്പിൻ്റെ കാര്യമല്ലേ
പറഞ്ഞുള്ളൂ. ഇതൊന്നും അല്ല, ഇതൊക്കും മേലെ പല കാര്യങ്ങളും ചെയ്തിട്ട് ഓരോരുത്തർ ഇവിടെ ഞെളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിക്കിട്ട് ചെറിയൊരു താങ്ങ് കൊടുത്തു. പിന്നീടാണെങ്കിലോ ശ്രീകാന്ത് അവൻ മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഡിഷ് എടുത്ത് ഇവർക്ക് കൊടുത്തു. അപ്പം ഇത് ഈ സ്പൂണും അതുപോലെ തന്നെ ഫോർക്കും ഒക്കെ വെച്ച് കഴിക്കേണ്ടുന്ന ഡിഷാണ്. അങ്ങനെ നമ്മുടെ രേവതി അത് കഴിക്കാൻ തുടങ്ങുമ്പോഴും ഈ പതിവ് പോലെ തന്നെ ശ്രുതിയും കൂടെ നമ്മുടെ രേവതിയെ കളിയാക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു, എടി നിന്റെ കൈക്ക് നല്ല വൃത്തിയുള്ളതല്ലേ, നീ വന്നപ്പോൾ കഴുകിയതുമാണല്ലോ, ആ കൈ വെച്ചങ്ങ് കഴിച്ചേ, സ്പൂണൊക്കെ എന്നാ ഉണ്ടായത്, ഇതുപോലും അറിയില്ലല്ലേ, മാനേഴ്സ് തീരെ ഇല്ലല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ സുധി ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെതാ നമ്മുടെ ശ്രുതിയും ഒക്കെ കൂടി ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് വന്നു. അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറഞ്ഞു, നന്നായിട്ടുണ്ടടാ, നീ നല്ല പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല ശ്രീകാന്ത്, നിനക്ക് ഈ കൈപ്പുണ്യമൊക്കെ എവിടുന്നാ കിട്ടിയതെന്ന് ശ്രുതി ചോദിക്കുകയാണ്. നമ്മുടെ ആന്റി എങ്ങാനും നിന്നെ പഠിപ്പിച്ചു തന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചിക്ക് ഇത് സഹിക്കാനേ പറ്റുന്നില്ല. സച്ചി ആണെങ്കിൽ പൊട്ടിച്ചിരിച്ചു കേട്ടോ. സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്നടാ, നീ ഇത്രയും കാലമായിട്ടും നിന്റെ പെണ്ണും പിള്ളേരുടെ അടുത്ത് നിന്റെ അമ്മയുടെ കൈപ്പുണ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലേ? ദേ, അവരൊന്നും ഉണ്ടാക്കിയതല്ല, ഇത് ഇവൻ തന്നെ, അതും അവന് ദൈവമായിട്ട് കൊടുത്ത എന്തോ ഒരു കഴിവാണെന്ന് തോന്നുന്നു, അവൻ അങ്ങനെ പഠിച്ചെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞു സച്ചി. അപ്പൊ ഈ സമയത്ത് തൻ്റെ അമ്മയെ പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയാണെങ്കിൽ രേവതിയോട് പറഞ്ഞു, അതേ രേവതി, നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം അത് ലവ് മാരേജ് ആയിരുന്നു എന്ന് ചോദിക്കുക. അല്ല, ഞങ്ങളുടെ കല്യാണത്തെ കുറിച്ചിട്ട് ശ്രുതിയൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് നമ്മുടെ സച്ചി തിരിച്ചു ചോദിച്ചു. ആ സമയമാണെങ്കിലോ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ശരിക്കും ടെൻഷനായി. ഇത്രയും കാലവും താൻ മറച്ചു വെച്ച ആ ഒരു കാര്യം അതെങ്ങാനും ഇനി ഇവർ പറഞ്ഞു കൊടുക്കുമോ എന്നുള്ള അങ്ങനെ പേടിച്ച് നിൽക്കുന്ന നമ്മുടെ ശ്രുതിയാണെങ്കിലോ, ഈശ്വര എല്ലാം തീർന്നു, ഈ സച്ചി ഈ മഹാഭാവി സകല സത്യങ്ങളും ഇവരുടെ അടുത്ത് പറയുമല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, ദേ ഈ ഇരിക്കുന്ന രേവതി ഉണ്ടല്ലോ, ഇവന് വേണ്ടി കല്യാണം ആലോചിച്ചതാണ്. ആ സമയത്താണ് ഇവൻ എല്ലാ കുടുംബത്തെയും കണ്ണീരിലാഴ്ത്തിയിട്ട് അവിടെ നിന്ന് മുങ്ങിയത്. അതും ചുമ്മാതെ പോയതൊന്നും അല്ല, അച്ഛൻ്റെ 50 ലക്ഷം രൂപ അച്ഛൻ 40-40 കൊല്ലം കഷ്ടപ്പെട്ട തുക അതും അടിച്ചു മാറ്റി ഏതോ ഒരു പെണ്ണിന് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ഈ കാര്യങ്ങളൊന്നും മേഡത്തിന് അറിയില്ലേന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയാണെങ്കിലോ, ഇഷ്ടമില്ലാത്ത കല്യാണമാണെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്, എന്തിനാ വെറുതെ ഇഷ്ടമില്ലാത്ത ഒരാളെ ജീവിതകാലം മുഴുവൻ സഹിക്കുന്നത്. അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങളെ എന്നുള്ള രീതിയിലൊക്കെ ഇവളിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കിനും ശ്രുതിക്ക് ആശ്വാസമായി. തൻ്റെ പെണ്ണുമ്പിള്ള തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, എന്താ സച്ചി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നീ ആയിട്ട് എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് പറയാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നു. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. ഈ പെണ്ണിൻ്റെ കൂടെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റത്തൊന്നുമില്ല. ഇവളെ കല്യാണം കഴിക്കാതെ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതിയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുമ്പോഴത്തേക്കിനും ശ്രുതി പറഞ്ഞു, എന്തായാലും സച്ചി അവളെ വിവാഹം കഴിച്ചല്ലോ, അപ്പം നിങ്ങളുടെ വിവാഹം ഒരു സഹതാപ കല്യാണം ആയിരുന്നല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ രേവതിക്ക് നല്ല സങ്കടം വന്നു കേട്ടോ. കണ്ണുകളൊക്കെ നിറഞ്ഞിട്ട് രേവതി അവിടെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പൊ സച്ചിക്ക് തൻ്റെ പെണ്ണിനെ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്ക് പിടിക്കില്ലല്ലോ. അങ്ങനെ നമ്മുടെ സച്ചി ചൂടാവാൻ തുടങ്ങി. ഇവൻ അച്ഛനെയും പറ്റിച്ച് ഒരു കുടുംബത്തെ വഴിയാധാരമാക്കിയിട്ട് അവൻ നിന്ന് ന്യായം പറയുകയാണ്. അതിനൊക്കെ കൂട്ടു നിൽക്കാനായിട്ട് നിങ്ങളെപ്പോലെ ഉള്ളൊരു ഭാര്യയും. അങ്ങനെയൊക്കെ സംസാരിക്കുമ്പം, എടാ ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? നിന്റെ അച്ഛൻ അങ്ങേരുടെ വിവരമില്ലായ്മ കൊണ്ട് മാത്രമാണ് രേവതിയും ഞാനും തമ്മിലുള്ള കല്യാണം വരെ നിശ്ചയിച്ചത്. നിന്റെ അച്ഛൻ എന്നെ വിശ്വസിച്ച് എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആ പൈസ തന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് വഴിയാധാരം ആക്കില്ലായിരുന്നു. ഞാൻ നല്ലതുപോലെ തന്നെ സമ്പാദിച്ചേനെ എന്നുള്ള കാര്യമൊക്കെ ഇവനിങ്ങനെ പറഞ്ഞു. പിന്നീടാണെങ്കിലോ അച്ഛനെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ ശ്രുതി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിക്ക് നല്ലതുപോലെ ദേഷ്യം വന്നു. സച്ചി ആണെങ്കിൽ അവൻ്റെ കൈക്ക് പിടിച്ച് നല്ലൊരു തിരിയങ്ങ് തിരിക്കുക. 2 വിരലിൻ്റെ കാര്യം തീരുമാനമാക്കി കൊടുത്തു സച്ചി. അങ്ങനെ ശ്രുതി ആണെങ്കിലോ, എൻ്റെ ഭർത്താവിനെ തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നീ കളി പഠിക്കൂടാന്നും പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ നിന്നും വലിയൊരു വഴക്കുമൊക്കെ ഉണ്ടാക്കി സച്ചിയും രേവതിയും അതുപോലെ തന്നെ ശ്രുതിയും ഒക്കെ കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്.
എല്ലാരെയും തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി ഈ കണ്ട പാട് മുഴുവൻ കഴിച്ച് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിലോ അവിടെ മുഴുവൻ സങ്കടത്തിൽ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയെയും കൂട്ടി ആശുപത്രി പോവാ. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടെ വീട്ടിൽ വന്നു. ആ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതി 2 വിരലും പ്ലാസ്റ്റർ ഇട്ട അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സച്ചിയാണെങ്കിലോ ഇതൊന്നും ചെയ്തിട്ടില്ല, തനിക്ക് ഇതിലൊന്നും ഒരു പങ്കില്ല എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ പഴമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങ് വരികയാണ് കലിയും പൂണ്ട്. ചന്ദ്രയുടെ ദേഷ്യം മുഴുവനും പറഞ്ഞു തീർക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കേ.